ഞാൻ ആദ്യം വിചാരിച്ചത് മമ്മുവാണ് ജൂനിയർ തൊപ്പിയാവാനുള്ള ശ്രമം നടത്തണമെന്നാണ്. മാറി, മമ്മുല്ല, അത് ഷമീറായിരുന്നു ഗൈസ്. മാടമ്പള്ളിയിലെ മാനസിക രോഗി ഇവനായിരുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇവന്മാർ ഈ വന്ന് ആണ്, അത് ഏതെങ്കിലും ഒരു വക്കീൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ മതി, ഈസിയാണ്. അപ്പം പിന്നെ വന്ന് എന്ന് പറയും. എത്ര കാര്യത്തിൽ എന്ന് പറയാൻ പറ്റും, ഏതൊക്കെ സംഗതികളിൽ എന്ന് പറയാൻ പറ്റും. ഒരു ഈ പറഞ്ഞ പോലെ ഒരു ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു ഒറിജിനൽ ക്ലിപ്പിലേക്ക് ഓഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എഡിറ്റ്സ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പരിപാടികളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ജനറേറ്റ് ചെയ്യാനാണ് പാടിത്. ഇത് നിങ്ങൾ ഈ കാണുന്നവർ പ്രോംപ്റ്റ് ഇട്ട് വർക്ക് ചെയ്ത് എന്ന് പറഞ്ഞല്ലോ തൊപ്പി, മമ്മൂട്ടീനെ ഉണ്ടാക്കി തരാം, മോഹൻലാലിനെ ഉണ്ടാക്കി തരാം. അതുപോലെ ഓൻ്റെത് ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഓനറിയില്ല. ഓൻ്റെ വിചാരം ഓൻ മമ്മൂട്ടിയോ മോഹൻലാലാന്നായിരിക്കും. ഓൻ്റെത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള ബുദ്ധി വിവരം ഓന് വേണ്ടേ. വക്കീലപ്പുറത്ത് പറഞ്ഞു കൊടുത്തു, അത് പറയണമെന്ന് പറഞ്ഞു, ഒന്ന് അത്തമ്മേ പൂച്ചെന്ന് പറഞ്ഞിട്ട് ഓൻ പറഞ്ഞിട്ട് പോയി. അവിടെയാണ് ഓൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ സംഭവിച്ചത്. മനസ്സിലായില്ലേ? നേരെ മറിച്ച് ഇത് ഞാൻ പറഞ്ഞ തന്നെയാണ്. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ അതവന് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഷമീറിൻ്റെ വീഡിയോ പുറത്തിട്ടത് ഇതേപോലെ ഫ്രണ്ട് സർക്കിളിനകത്ത് നടന്നൊരു സംഗതി. ഈ കേക്കളിയാണെങ്കിൽ കേക്കളി, അല്ലെങ്കിൽ കൈപ്പിടുത്താണെങ്കിൽ കൈപ്പിടുത്തം. അത് അവരുടെ പ്രൈവസിയിൽ നടന്നൊരു സാധനം എടുത്തിട്ട് പുറത്തിട്ടിട്ട് ഓൻ സ്വയം വെളുത്ത് വരാൻ വേണ്ടി നോക്കിയ പരിപാടിയാണ്. അപ്പോൾ ഓൻ്റെ ഒരു സാധനം ഇവരെടുത്ത് പുറത്തിടുമ്പോൾ ഓന് വന്നിട്ട് പ്രൈവസിയിൽ നടന്നതെന്ന് പറയാൻ പറ്റില്ല. ആ മെഴുകൽ പറ്റില്ല. അപ്പോൾ എൻ്റെ തലയ്ക്ക് ഉണ്ടായിട്ട് കൊടുത്താൽ എന്തായാലും അത് തൂക്കി നാട്ടുകാരെല്ലാവരും കൂടി. ഹനാൻഷ കൊടുത്ത കേസിൽ ആദ്യം വരാൻ പോകുന്നത് ഷമീറാണ്. ഷമീർ കഴിഞ്ഞിട്ടേ പിന്നെ എന്ത് ചെയ്യുള്ളൂ, തൊപ്പിയിലേക്ക് ഈ സാധനം പോകും. അപ്പോൾ ഇത് കൂടുതൽ ഇമ്പാക്റ്റ് എഫക്റ്റ് വരാൻ പോകുന്നത് ഷമീറിനും ഗ്യാങ്ങിനും ആണെന്നുള്ളതാണ് വേറൊരു റിയാലിറ്റി നിയമപരമായിട്ട് നോക്കുമ്പോൾ. ഹനാൻഷയുടെ വിഷയത്തിൽ തൊപ്പി വട്ടത്തിലും നീളത്തിലും ഒക്കെ മൂഞ്ചണം, അങ്ങനെ തന്നെ വേണം. എന്നുള്ള ഉടായ്പും പറഞ്ഞിട്ട് അങ്ങനെ ഒരു കഴിച്ചിലായി പോകണ്ടെന്ന് തന്നെ എനിക്ക് പറയാനുണ്ട്. ഇനി അടുത്തത് ഇതിനകത്ത് ഞാൻ പറഞ്ഞത് സമയമെടുക്കുന്ന വിഷയമാണ് ഹനാൻഷയുടെ. കാരണം ഒരുപാട് സമയമെടുക്കും. പിന്നെ രമേശ് ചെന്നിത്തല ഇപ്പോൾ നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ മൂപ്പരുടെ ഒരു പ്രഷർ എന്താണെങ്കിലും സൈബർ സിസ്റ്റത്തിൻ്റെ മുകളിൽ വരുമ്പോൾ മേ ബി പെട്ടെന്ന് ആയാലായി. ഓക്കെ, ബട്ട് സ്റ്റിൽ ഇതിൽ ഫസ്റ്റ് പെടാൻ പോണത് ഷമീറാണ് ഈ വിഷയത്തിൽ. അതായത് ഓക്കെ, തൊപ്പിക്ക് ആ സീനുകളിൽ തൊപ്പിക്ക് കുറേ ലൂപ്പ് ഹോൾസ് തൊപ്പിയുടെ വക്കീലിന് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൂട്ടി പോവാം എന്നുള്ളതുണ്ട്. ബട്ട് ഷമീറിന് ഇത് ഹനാൻഷാൻ്റെത് ഇരട്ടീൻ്റെ മുകളിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള പണിയാണ്. ഷമീറിന് തീർന്നിട്ടില്ല. ഷമീർ ഇന്നലെ ബസ് പോകണ വഴിക്ക് വേറൊരു കോമഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയോ നരുന്തി അക്കന്മാർ കുട്ടികൾ തൊപ്പീനെ തീർക്ക് മറ്റേതാക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിട്ട് നിങ്ങളെങ്കിലും എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഈ ഷമീർ എന്തെങ്കിലും ഉണ്ടടാ എൻ്റെ കൂടെ എന്ന് കുട്ടികളെ കണ്ടിട്ട്. അതേമാതിരി കുട്ടികളെ കണ്ടിട്ട് പണ്ടൊരുത്തൻ കടന്ന കിടപ്പായിരുന്നു, അതേ കിടപ്പ് ഈയും റിപ്പീറ്റ് ചെയ്യും മോനെ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിലെ കുട്ടികളുടെ മുഖമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് പ്ലേ അത് ഞാൻ ബ്ലറാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല. ബ്ലറായിട്ട് ഞാൻ സൈഡിലവിടെ ആണ് പോയിക്കോട്ടത്. അടുത്തെന്താ വെച്ചെങ്കിൽ ഇതിനകത്ത് ഇവന്മാർ ഈ ലഹരി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കോമഡി ഉണ്ട് ജാസിൻ്റെ. ഓനോൻ്റെ ലൈഫ് പോയതല്ല ജാസിക്ക് പ്രശ്നം. അവിടെ കാശ് കുറവുള്ള ലഹരി ടെസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചിട്ടുള്ളൊരു എന്താ രപ്പനാണോ ഓനൊക്കെ. വേറൊന്ന് ഇവർ കാറ് ഇവൻ്റെ പേരിൽ കുറേ എന്തോ കാറോ സാധനമൊക്കെ തൊപ്പി മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പേടിയാണ്. നാളെ അതിൽ നിന്ന് ലഹരി പിടിച്ചാൽ അതെൻ്റെ തലയിലേക്ക് വരൂ. നിങ്ങളൊക്കെ ഇതിൻ്റെ പരിപാടികളുള്ളതാണ്. ഒപ്പം ഉണ്ടായിരുന്നപ്പോഴേ നിങ്ങൾക്കൊക്കെ ഒപ്പമുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ പിടിച്ചാൽ എൻ്റെ തലയിൽ വരും നോക്കണം. എല്ലാം കൂടി ഒപ്പം പോണ സമയത്ത് വലിച്ച് മറ്റെന്താ പറയുക കൂട്ടിയിട്ട് കത്തിച്ച് മണത്ത സ്ഥലമൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാറ്. ആ കാറിൽ ചിലപ്പോൾ പല ഡീലുകൾ നടത്താനും പോയിട്ടുണ്ടാവും, വാങ്ങിയിട്ടുണ്ടാവും, കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും വഴിക്ക് പോകുന്ന ചോർന്നാൽ എന്നുള്ള പേടിയും കൂടി എൻ്റെ മനസ്സിലുണ്ട്. തൊപ്പി മാത്രമല്ല, വേറെ ഏതെങ്കിലും പണിക്ക് പണി വന്നാൽ, ഇനി വേറെ ഏതെങ്കിലും വഴിക്ക് പണി വന്നാലും ഇപ്പോൾ തൊപ്പി പറഞ്ഞു എന്ന് പറയാം, തൊപ്പിക്ക് ഷമീർ ചെയ്തു എന്ന് പറയാം. അങ്ങോട്ടും കൊണ്ട് ആരോപണം നടത്താമല്ലോ രണ്ടുപേരും. അപ്പോൾ ആ പേടിയൊന്ന് കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫോർച്യൂണർ എൻ്റെ പേരിൽ ഉള്ളത് അവൻ അത് എന്താ പറയുക ഏതെങ്കിലും ലഹരി കച്ചവടം നടത്തി അല്ലെങ്കിൽ അതിൽ ലഹരി വെച്ചത് എൻ്റെ കാറ് പിടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഷമീറിൻ്റെ പേരിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ള പേടി കൊണ്ട് ഷമീർ ജാസി ഓടുന്നു എന്നുള്ള സാധനമൊക്കെ ഉണ്ട്. ഡ്രഗ് യൂസ് പല സാധനങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഡ്രഗിൻ്റെ ഞാൻ ഇപ്പോൾ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്.
ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി ഓൻ ഓപ്പൺ ചാലഞ്ച് നടത്തിയ കാര്യമാണ് ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഉറങ്ങിയിട്ട് പോലുമില്ല, ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഇത് ജാസിയും ചെയ്യുന്നുണ്ട്. ജാസിക്കും അങ്ങനെ ഒരു അലിഗേഷൻ ഒരുപാടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിവൃത്തിയില്ലടാ. ഇത് ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കും. അതെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കണം. കാരണം എൻ്റെ വണ്ടി എന്നാ പറയുന്നത്, ഓൻ്റെ വണ്ടി എൻ്റെ പേരിലാണ് ഓൻ രജിസ്റ്റർ ചെയ്തത് ബിനാമിയായിട്ട്, എന്നെ പറ്റി ഇതാക്കാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ MDMA ഓൻ കിടത്തിയിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ പേരിൽ ഷമീറാന്ന് കിടത്തിയത്. ഷമീറിൻ്റെ ആ വണ്ടി ശരിക്കും കൊന്ന എന്നെന്ന് തോന്നുന്നു എൻ്റെ പ്ലാനിങ്. ഇപ്പം ഇവന്മാർ മണ്ടന്മാർ ഇതൊന്നും വിടും തോന്നുന്നില്ല കേട്ടോ. ഇതിൻ്റെ പിന്നാലെ തന്നെ വാല് പോലെ പിടിച്ച് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്നെ പിടിക്കുന്നവരെ ഞാൻ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഇവിടെ ലൈവ് ഉണ്ടാവും. ഒന്നിക്ക് ഇപ്പോൾ പിടിക്കും, അല്ലെങ്കിൽ നാളെ പിടിക്കും, എപ്പാന്നറിയില്ല. പിടിക്കുന്നവരെ ലൈവിൽ തന്നെ പിടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലേ, ഇതിലാണല്ലോ ഇതെല്ലാം ഇതായത്. അപ്പം ഇതിൽ തന്നെ തീരട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ എന്തായാലും പിടിക്കും, അതെനിക്ക് ഉറപ്പാ. എല്ലാവരും പോയി മനസ്സിലായ. എല്ലാവരും ഓടി. ഈവനും കൊണ്ട് ഉള്ള എല്ലാവരും ഓടി. ഇൻഫ്ലുവൻസ് കൊണ്ട് ഇതുകൊണ്ട്. അതുകൊണ്ട് അവരെ ഞാൻ ഈ പാട്ട് പാടുന്നവരൊക്കെ പാടി അങ്ങോട്ട് സ്റ്റേജിൽ മരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അഭിനയിക്കുന്നവരൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണം എന്ന് പറഞ്ഞൊരാഗ്രഹം കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുമ്പോൾ പോലീസ് വന്ന് പിടിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുത്തനെ കാണുന്നത്. അത് ഞാൻ പറഞ്ഞു, ഇവനാണ് അടുത്തൊരു ജൂനിയർ തൊപ്പി ലെവലിലേക്ക് വളരെ. ഇവൻ്റെ സ്ലാങ് പോലും സംസാരം പോലും ആ ഒരു സ്റ്റൈലിലാണ് അവൻ പിടിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവന് ലൈവ് ചെയ്യുമ്പോൾ വന്ന് പോലീസ് അവനെ തൊപ്പീൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, തൊപ്പി പോലീസ് വന്നപ്പോഴത്തേക്ക് വാതിൽ ചോട്ടി പൊളിക്കലും ലൈവ് ഇടലും. എത്ര കിട്ടിയാലും പഠിക്കാൻ പോകുന്നില്ല. പിന്നെ അണ്ടറിലാണെല്ലാം ഓടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കാകെ പറയാനുള്ള അവന്മാരോട് ഇനിയെങ്കിലും നന്നാവുന്നൊന്നും ഒരു പ്രതീക്ഷ എനിക്കില്ല. വിറ്റങ്ങളാരും നന്നാവാൻ പോണില്ല. ഓക്കെ, ഇനിയെങ്കിലും കുട്ടികളെ അല്ലെങ്കിൽ വലിയ ഈ കുട്ടികളും ഇല്ലടേ,